പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആമുഖത്തിൽ ശ്രീമതി ഹാപ്പി സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ ഇന്ന് നമ്മുടെ ഇടവക തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രിസ്തുരാജൻ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ഒരു ഇടവക എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയുടെ സമൂഹമാണ്, വിശുദ്ധ കുർബാനയുടെ സമൂഹമാണ്, പങ്കുവയ്ക്കുന്ന സമൂഹമാണ്, അപ്പോസ്തല പ്രബോധനങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ്. ഇപ്പം നമ്മൾ ഈ സമൂഹത്തെ, ഈ മലാപ്പറമ്പ് ഇടവകയെ പ്രാർത്ഥനയുടെ, വിശുദ്ധ കുർബാനയുടെ, അപ്പസ്തോലിക പ്രബോധനങ്ങളുടെ പങ്കുവയ്ക്കലിൻ്റെ, സ്നേഹത്തിൻ്റെയൊക്കെ ഭവനമായിട്ട് കൂട്ടായ്മയായി തീർക്കണമെന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ രാജാതിരാജനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴുമ്പോഴാണ് അവിടുത്തെ രാജ്യം സംജാതമാകുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ അവിടത്തേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ ഭരണം നടത്താൻ അവിടുത്തെ അനുവദിക്കുമ്പോൾ അവിടുത്തെ രാജ്യം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ചുറ്റുപാടിലും സംജാതമാകും. നമുക്ക് ഈ ദിവ്യബലിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഈ ബലി തക്കറായൊരുക്കത്തോടുകൂടി ആഘോഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്തപിച്ച് നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സർവലോകത്തിൻ്റെയും രാജനാങ്ങിയ പ്രിയപുത്രനിൽ സമസ്തവും ക്രമവൽക്കരിക്കാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അടിമത്വത്തിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടിജാലങ്ങളും അങ്ങേ മഹീതാവിനെ നിരന്തരം ശുശ്രൂഷ ചെയ്യുവാനും അനവരതം അങ്ങയെ വാഴ്ത്തി പുകഴ്ത്തുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ
യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പ്രശാന്തമായ ജലത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. എന്റെ ശിരസ് തൈലം അഭിഷേകിക്കുന്നു. എന്റെ പാദപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ ജീവിതകാലം മുഴുവൻ എന്നെ അനുവദിക്കുന്നു. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരനെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനവും ഉണ്ടായി. ആദ്യത്തിൽ എല്ലാവരും മരണാനന്തരാകുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താങ്കളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവരുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും അവസാനമാകും. എന്നാൽ സകല ശത്രുക്കളെയും തന്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കി വരാൻ പുത്രൻ തന്നെയും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാം അവയുടേതിൽ തന്നെ. കർത്താവിന്റെ വചനം.
46 വരെയുള്ള തിരുവചനങ്ങൾ. കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും. അനന്തരം രാജാവ് വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവൻ. എന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായിക്കൊണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായിക്കൊണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായിക്കൊണ്ട് സ്വീകരിച്ചതും നഗ്നനായിക്കൊണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാരുടെ ഒരുവൻ നിങ്ങൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അനന്തരവും എടുത്ത ഭാഗത്തുള്ളവരോട് പറയും, സത്യപ്പെട്ടവരെ നിങ്ങൾ ദൂതന്മാർക്കുമായി സത്യമാക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയായോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് സൂക്ഷിക്കാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും വലിയ നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. ദൈവവചനമാണ് നാം കേട്ടത്. പ്രിയപ്പെട്ട Provincial Superior Father Matthew, Father Neversey, ഇടവകവികാരി Father Raju, Father Arjun, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ പ്രസിദ്ധമായ സുവിശേഷ ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ വാക്യങ്ങൾ. യേശു രാജാതിരാജനായി വാനമേഘങ്ങളിൽ എഴുന്നള്ളുമ്പോൾ ചോദിക്കുന്ന 6 ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് പരീക്ഷയ്ക്ക് ഇരിക്കുന്ന അവസരത്തിലാണ്. എന്നാൽ നമ്മുടെ അന്ത്യവിധി എങ്ങനെയായിരിക്കുമെന്നുള്ള ചോദ്യങ്ങൾ കർത്താവായ യേശു നമുക്ക് വളരെ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിന്റെ 2ാമത്തെ വരവിന് നമ്മൾ തീർച്ചയായിട്ടും ഒരുങ്ങിയിട്ടുണ്ടായിരിക്കും. ആ 6 ചോദ്യങ്ങൾ നമുക്ക് സുപരിചിതങ്ങളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു.
രണ്ടാമത്തെ ചോദ്യം, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. മൂന്നാമത്തെ ചോദ്യം, ഞാൻ നഗ്നനായിരുന്നു, എന്നെ നിങ്ങൾ ഉടുപ്പിച്ചു. നാലാമത്തെ ചോദ്യം, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എനിക്ക് അഭയം നൽകിയോ. അഞ്ചാമത്തെ ചോദ്യം, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടുവോ. ആറാമത്തെ ചോദ്യം, ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടുവോ. ഈ 6 ചോദ്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിത്യതയിൽ നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ സ്വർഗത്തിൽ ജീവിക്കുമെന്ന് വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ശരിക്കും പറഞ്ഞാൽ ഈ 6 ചോദ്യങ്ങളിൽ ഒരു ചോദ്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വർഗരാജ്യം ലഭിക്കുക തന്നെ ചെയ്യും. കാരണം കർത്താവ് പറഞ്ഞു, ഈ എളിയവരിൽ ഒരുവന് ഒരു ഗ്ലാസ് വെള്ളം പോലും നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും എന്നുള്ളതാണ്. എങ്കിൽ 6 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം ജീവിതത്തിൽ നൽകിയില്ലെങ്കിലും ഒരു വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പരദേശിക്ക് അഭയം നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു കാരാഗ്രഹവാസിക്ക് വാസിയെ നമ്മൾ ചെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു രോഗിയെ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വർഗരാജ്യം ഉറപ്പാണെന്ന് കർത്താവായ യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, 6 ചോദ്യങ്ങളും ഒറ്റ ചോദ്യത്തിൽ നമുക്ക് സംഗ്രഹിക്കാവുന്നതാണ്. അതെന്താണ്? അന്ത്യവിധി നാളിൽ വിധിയാളനായ രാജാവനായ യേശു ക്രിസ്തു നമ്മോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ സ്നേഹിച്ചു? ഡിഡ് യു ലവ്? ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകിയോ? അപ്പോൾ ഇടത്തുവശത്തുള്ളവരോടും വലത്തുവശത്തുള്ളവരോടും ചോദിക്കുന്ന ചോദ്യം അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാക്കി തീർക്കാം. വളരെ ലളിതമാണ് ഈ ചോദ്യങ്ങൾ. ഇതിന്റെ ഉത്തരവും വളരെ ലളിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും. കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം 3 വരവുകളുണ്ട്. ഒന്നാമത്തെ വരവ് ചരിത്രത്തിലേക്കുള്ള വരവാണ്, ഹിസ്റ്റോറിക്കൽ കമ്മിങ് എന്ന് പറയും. മറിയത്തിന്റെ മകനായി ഈ ഭൂമിയിൽ അവിടുന്ന് ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു. അത് ചരിത്രമാണ്. ചരിത്രത്തിലേക്കുള്ള യേശു ക്രിസ്തുവിന്റെ വരവാണ്. രണ്ടാമത്തെ വരവ് യുഗാന്ത്യോന്മുഖമായ വരവെന്ന് പറയും. ആ വരവ് യുഗങ്ങളുടെ അവസാനത്തിൽ നമ്മളെ വിധിക്കുന്നതിന് വേണ്ടി രാജാതിരാജനായ യേശു ക്രിസ്തു വരും എന്നുള്ളതാണ്. മൂന്നാമത്തെ വരവ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും, ഓരോ മണിക്കൂറിലും, ഓരോ ദിവസത്തിലും നമ്മളിലേക്ക് കടന്നു വരുന്ന യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ പറയുന്നത്. ഇതാ, നിന്റെ ഹൃദയ കവാടത്തിൽ നിന്ന് ഞാൻ മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവിടെ പ്രവേശിക്കും, ഞാൻ അവിടെ താമസിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവിന് ഇടയ്ക്കുള്ള മൂന്നാമത്തെ വരവ് നമ്മൾ നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ
കർത്താവിനെ മാറ്റി ജീവിതത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമായിരിക്കും. അത് നമ്മൾക്ക് സ്വർഗം നേടിത്തരുന്നതായിരിക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു നോവലാണ് പാപങ്ങൾ. അതിൽ ബിഷപ്പ് സ്റ്റാൻഡിൽസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ബിഷപ്പ് ഹൗസിലെ സ്വർണ്ണ കാൻഡിൽസ്റ്റിക് ജെൻവാൽജിൻ എന്ന് പറയുന്ന ഒരു കള്ളൻ, ഒരു ജയിലിലുണ്ടായിരുന്ന ആള് എടുത്തുകൊണ്ട് പോവുകയാണ്. പക്ഷെ വഴിയിൽ വെച്ച് അവൻ പോലീസുകാരാൽ പിടിക്കപ്പെട്ടു. പോലീസ് അയാളെ പിടിച്ച് മെത്രാന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് മെത്രാനോട് പറഞ്ഞു, ഈ വീട്ടിൽ നിന്നും ഈ ബിഷപ്പ് ഹൗസിൽ നിന്നും ഇവൻ കട്ടെടുത്ത് കൊണ്ടുപോയതാണ് ഈ കാൻഡിൽസ്റ്റിക്. ഞങ്ങളിവനെ കയ്യോടെ തന്നെ പിടിച്ചു. അപ്പോൾ മെത്രാൻ പറയുന്നത് എന്താണെന്നോ, അവൻ കട്ടെടുത്തതാണ് അല്ലല്ലോ, ഞാൻ കൊടുത്തതാണ് എന്ന്. അപ്പോൾ പോലീസുകാരന് അതിശയമായി. പോലീസുകാരൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇദ്ദേഹത്തെ അങ്ങ് അറിയുന്നത്? ആരാണ് ഇദ്ദേഹം? ആ പോലീസുകാരന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് മെത്രാൻ പറയുകയാണ്, ഈസ് മൈ ബ്രദർ, അവൻ എന്റെ സഹോദരനാണ്. ദാറ്റ് ഈസ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്തുമതം എന്ന് പറഞ്ഞാൽ ഇതാണ്. എല്ലാവരിലും സഹോദരനെയും സഹോദരിയെയും കാണുവാൻ കഴിയുക. എന്നിട്ട് നമ്മൾ നേരത്തെ കേട്ട 6 ചോദ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരുടെ സഹായത്തിനായി നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കാം, അവൾ ആരാണ്? അവൻ ആരാണ്? അവന്റെ കണ്ണുകളിൽ നോക്കി അവനോട് പറയാൻ സാധിക്കണം, നീ എന്റെ സഹോദരനാണ്, നീ എന്റെ സഹോദരിയാണ്. അവിടെ ജാതിയില്ല, മതമില്ല, ഭാഷയില്ല, വർണ്ണമില്ല, ഒന്നുമില്ല. എല്ലാവരും സഹോദരന്മാരാണ്. ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യ ദിവസത്തിൽ എല്ലാവരെയും സഹോദരങ്ങളായിട്ട് അംഗീകരിക്കുവാനുള്ള വരത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സർവ്വത്തിലെയും ഭൂമിയിലെയും സർവശക്തമായ പിതാവായ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവ് യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവങ്ങളുടെ ദൈവവും പ്രകാശത്തിന്റെ പ്രകാശവും സത്യദൈവങ്ങളുടെ സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സർവ്വം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൗരോഹിത്യ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡനങ്ങൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ എഴുതപ്പെടും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവ് ചെയ്താവും പിതാവിനും പുത്രനും പുറപ്പെടുവനും പിതാവിന്റെ പുത്രനോടൊപ്പം ആരാധനപ്പെടുന്നവനും സ്മരിക്കപ്പെടുവനും പ്രവാചകന്മാരെ സംസാരിക്കും
സഹായിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപൊസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരോടൊപ്പം വരാനിരിക്കുന്ന ദൈവത്തിന്റെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും സഭയുടെയും ലോകം മുഴുവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിന്റെ രാജ്യത്വ തിരുനാൾ മഹോത്സവത്തിൽ രാജാതിരാജനായ അവിടുത്തെ ലോകരക്ഷകനായി വിശ്വസിക്കുവാനും പ്രഖ്യാപിക്കുവാനും വേണ്ട പ്രചോദനവും കരുത്തും ദൈവജനത്തിന് പ്രദാനം ചെയ്യാൻ വേണ്ട ആത്മീയ വരദാനങ്ങൾ സഭാതലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും മറ്റെല്ലാ സഭാ മേലധ്യക്ഷന്മാർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകനിയന്താവായ ദൈവമേ, ആഗതമാകുന്ന തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ജനനന്മയും രാജ്യത്തിന്റെ പുരോഗതിയും ലക്ഷ്യം വെച്ച് ക്രിയാത്മക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുവാനും അത് നടപ്പിലാക്കുവാനും നിസ്വാർത്ഥമായും നീതിപൂർവമായ യത്നിക്കുന്ന എല്ലാ നല്ല നേതാക്കളെ ഞങ്ങളുടെ രാജ്യത്തിന് പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, രാജാതിരാജനായ യേശുവിന്റെ നാമധേയത്തിലുള്ള ഞങ്ങളുടെ ഇടവക തിരുനാൾ സുദിനത്തിൽ ഈ വിശുദ്ധ ബലി അർപ്പിക്കുന്ന രൂപതാധ്യക്ഷൻ അഭിമന്യ വർഗീസ് പിതാവിനെ അനുഗ്രഹിക്കണമേ. വിശ്വാസികൾ നേരിടുന്ന ആത്മീയവും ഭൗതികവുമായ എല്ലാ വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും വേണ്ട കരുത്ത് പകർന്ന് നല്ല ഇടയനായി പ്രവർത്തിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഇടവക തിരുനാൾ ആഘോഷം കൊണ്ടാടുന്ന എല്ലാ ഇടവാംഗങ്ങളെയും രാജ്യത്തിനെയും അനുഗ്രഹിക്കണമേ. പരസ്പര സ്നേഹവും കൂട്ടായ്മയും ഊട്ടിയുറപ്പിച്ച് രാജാവായ ക്രിസ്തുവിനെ സ്വജീവിതത്തിൽ അനുകരിക്കുവാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയായ ദൈവമേ, കോവിഡ്-19 മഹാമാരിയെയും അനുബന്ധ പ്രതികൂല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ആത്മധൈര്യവും സൗഖ്യവും പ്രത്യാശയും നൽകി സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ കുഞ്ഞുങ്ങളും യുവജനങ്ങളും യേശുവിനെ തങ്ങളുടെ രാജാവും നേതാവുമായി അംഗീകരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ അവിടത്തേക്ക് സാക്ഷ്യം നൽകാൻ പ്രാപ്തരാക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ സ്വരൂപനായ ദൈവമേ, ഈ തിരുവട്ടാരയ്ക്ക് ചുറ്റും അണിഞ്ഞിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് വിശ്വസഭാച്ഛന്മാരെയും സന്യസ്തരെയും അനുഗ്രഹിക്കണമേ. ശാന്തിയും സമാധാനവും ഐക്യവും എന്നും നിലനിൽക്കുവാനും ഈ പ്രത്യേക പ്രതിസന്ധിയിലും വിശ്വാസം നഷ്ടപ്പെടാതെ അനുദിനം വിശുദ്ധിയിലും നന്മയിലും ജീവിച്ച് ജീവിതസാക്ഷ്യം നൽകുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപേക്ഷിക്കുന്ന പ്രാർത്ഥനകൾ കനിവാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടേ.
പ്രിയ സഹോദരനെ, എൻ്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, മാനവോഷത്തമയോട് രമ്യപ്പെടുത്തുന്ന ഈ ബലി അങ്ങേക്ക് ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ തന്റെ സകല ജനതകൾക്കും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ നൽകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയങ്ങ് കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ.
രക്ഷാകരവുമാണല്ലോ. അങ്ങേജാതനായ പുത്രനെ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ, നിത്യപുരോഹിതനും സർവ്വലോകത്തിന്റെയും രാജാവുമായി ആനന്ദദയം കൊണ്ടങ്ങ് അഭിഷേകിച്ചുവല്ലോ. അങ്ങനെ അവിടുന്ന് തന്നെ പുരുഷന്റെ താനെയും നിർമ്മലവും സമാധാനദായകമായി വിയർപ്പിച്ചുകൊണ്ട് മാനവപരിത്രാണത്തിന്റെ രഹസ്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തുവല്ലോ. സത്യത്തിന്റെയും ജീവന്റെയും രാജ്യം, പരിശുദ്ധിയുടെയും കൃപയുടെയും രാജ്യം, നീതിയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെ രാജ്യമങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, പതിനാശനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ ബന്ധങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാധനീയകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു.
പ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഈ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പായോടും ഞങ്ങളുടെ ഗുരുനാഥനായ മെത്രാനോടും വൈദികത്തോടുമൊത്ത് സഭയെ നമ്മുടെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാര്യത്തിൽ മരണപ്പെട്ട സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. നിങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ പ്രസാദിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുചൊല്ലാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ സ്വർഗ്ഗത്തിലെ പോ നിന്നു
സഹോദരന്മാരെയും, ലോകമാസകലം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരി പല രീതിയിലും നമ്മുടെ അടുപ്പം കുറയ്ക്കുകയും അകലം വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ കാലയളവിൽ നമ്മുടെ ഇടവകയുടെ തിരുനാൾ സമുചിതമായി ആഘോഷിക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. 3 ദിവസത്തെ തിരുനാൾ ആഘോഷങ്ങളാണ് നമ്മൾ തീരുമാനിച്ചത്. ഇത് ഭംഗിയായി നിറവേറ്റാൻ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ നമുക്ക് സാധിച്ചു. അതിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. പ്രത്യേകമായി 3 ദിവസത്തെ തിരുനാൾ ആഘോഷത്തിൻ്റെ അവസാന ദിവസമായി ഈ തിരുനാൾ ദിനത്തെ അനുഗ്രഹമാക്കിക്കൊണ്ട് പരിശുദ്ധ ദിവ്യബലി അർപ്പിക്കാനായി നമ്മുടെ അഭിവന്യ പിതാവ് വർഗീസ് ചക്കാലക്കൽ പിതാവ് വന്നതിനെ നമ്മൾ ഇടവക സമൂഹം വളരെ ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ പിതാവിനെ നമ്മുടെ പെരുന്നാൾക്ക് കിട്ടുമോ എന്നൊക്കെ എനിക്ക് വലിയ സന്ദേഹമായിരുന്നു. കാരണം രോഗിയായിട്ടുള്ള അച്ഛൻ ഷെയർ ചെയ്യുന്ന അൽത്താരയിൽ ഇങ്ങനെ വരാനും സമ്മതിക്കുന്ന എൻ്റെ ഒരു മാനുഷികമായ കാഴ്ചപ്പാടോട് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, സമ്മതിച്ചു പോയി. പക്ഷെ ചോദിച്ച മാത്രയിൽ വളരെ സ്നേഹത്തോടുകൂടെ തീർച്ചയായും പിതാവ് വരാൻ ഏറ്റു. ആ വലിയ തുറവിക്കും വലിയ വാത്സല്യത്തിനും അതോടൊപ്പം ഈ മഹാമാരിക്കൊന്നും നമ്മൾ അകറ്റാൻ പറ്റില്ല എന്ന വലിയ സന്ദേശം, അതിനേക്കപ്പുറത്ത് രാജാതിരാജനായ ക്രിസ്തുവിൻ്റെ സ്നേഹം അത് വിളിച്ചോതിക്കൊണ്ടാണ് പിതാവ് ഇന്ന് ഇവിടെ ബലിയർപ്പിക്കാൻ വന്നിരിക്കുക. ഇടവക സമൂഹത്തിൻ്റെ പേരിൽ അഭിവന്യ പിതാവിനെ ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ്. പിതാവിൻ്റെയോടൊപ്പം അർജുനച്ചൻ എന്തിനും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അർജുനച്ചനെ ഏറെ നന്ദിയോടുകൂടി ഞങ്ങളിവിടെ സ്മരിക്കുകയാണ്. ഈ ദിവസങ്ങളിലെ തിരുനാൾ ദിവ്യബലി അർപ്പണത്തിൽ നമ്മോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർ, വിശ്വസഭയിലെ നമ്മുടെ പ്രൊവിൻഷ്യൽ ഹൗസിലെ മിക്കവാറും വൈദികരും വന്ന് നമ്മോടൊപ്പം ബലിയർപ്പിച്ചു. ഇന്ന് പ്രത്യേകമായി നമ്മുടെ പ്രൊവിൻഷ്യൽ അച്ഛന് നമ്മോടൊപ്പം ഉണ്ട്. പ്രൊവിൻഷ്യൻ്റെ യാത്ര കഴിഞ്ഞ് വന്നേ ഉള്ളൂ. എങ്കിലും സ്നേഹത്തോടുകൂടി അച്ഛനെ ഞങ്ങൾ നന്ദി പറയുകയാണ്. ദേവസ്യ അച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച ഫാദർ റാബിൻ, ഫാദർ വഗീസ് ആനിക്കുഴി, ഫാദർ ബേബി മുല്ലുപറമ്പിൽ, ഫാദർ ജോസ് തൈപ്പറമ്പിൽ അച്ഛൻ, ഇവരെല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു. അൽത്താരയെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ ലുസീനയെയും സിസ്റ്ററിൻ്റെ കുഞ്ഞുങ്ങളെയും എല്ലാ അൽത്താര ബാലിക ബാലന്മാരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ പെരുന്നാളിന് എല്ലാ കാര്യങ്ങളും ചുക്കാൻ പിടിച്ച് നമ്മുടെ പാരിഷ് കൗൺസിൽ പ്രത്യേകിച്ച് പാരിഷ് സെക്രട്ടറി സിജു ഇഗ്നേഷ്യസിനെയും എല്ലാ പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. ജനറൽ കൺവീനറായ ജസ്റ്റിൻ ആൻ്റണി, അതോടൊപ്പം സിബിൽ കരോളിൻ മെൻഡോൻസ, ഇവരെ സ്നേഹത്തോടെ ഓർക്കുന്നു. തിരുക്കർമ്മങ്ങളുടെ കോർഡിനേറ്ററായി ദേവസിക്കുട്ടി ചേട്ടനെ, അതുപോലെ കൊയറിന് നേതൃത്വം നൽകിയ TJ ഡേവിഡ്, സിസ്റ്റർ കീർത്തന സെല്ലരെ, കായിക സംഘത്തിലെ മറ്റെല്ലാ അംഗങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. റിസപ്ഷന് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത സിസ്റ്റർ ജൂഡി, സിസ്റ്റർ അന്ന മരിയ, മിസ്സസ് സിമി പെരേര, ഇത് നന്ദിയോടെ ഓർക്കുന്നു. കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത ബഹുമാനപ്പെട്ട മാക്സ്വെൽ ടൈറ്റസിനെയും, അതുപോലെ ഓൺലൈൻ ലഭ്യമാക്കാനായിട്ട് സഹായിച്ച ശ്രീ സാലി ജോണിനെയും, സുജിൻ മാനുവലിനെയും, മിഷൽ മാർട്ടിനെയും, അതുപോലെ തന്നെ ഇതിൽ പ്രവർത്തിച്ച ഈ സഹോദരങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. കൃഷ്ണരാജൻ്റെ രൂപാലങ്കാരം നടത്തിയ നമ്മുടെ യുവജനാംഗങ്ങളാണ്. എല്ലാ യുവജനങ്ങളെയും, പ്രത്യേകിച്ച് മിഷേൽ മാർട്ടിനെയും, ദിനീഷയെയും, സുജിനെയും, അവരോടൊപ്പം സഹകരിച്ച എല്ലാ നമ്മുടെ യുവജനങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. ദീപാലങ്കാരങ്ങൾ നടത്തിയത് ഹെൻറി ചേട്ടനാണ്. ശബ്ദ ക്രമീകരണം നടത്തിയത് പ്രസാദ് ചേട്ടനാണ്. പ്രസാദ് പ്രദീപ്, ഇവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഫിനാൻസിൻ്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തത് ആൻ്റണി പനക്കൽ ചേട്ടനാണ്. എല്ലാവരെയും പ്രത്യേകിച്ച് ആൻ്റണി പനക്കൽ ചേട്ടനും നന്ദി അർപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ഇടവക ഈ തിരുനാൾ ആഘോഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിലൂടെ നമ്മളൊരിക്കൽ കൂടെ നമ്മുടെ ഈ അടുപ്പം കൂട്ടാനായിട്ട് നമ്മൾ അകന്നല്ല ഇരിക്കുന്നത്, അടുക്കേണ്ടവരാണ്, ഒരുമിച്ച് കൂടേണ്ടവരാണ്. എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക, പരസ്പരം സ്നേഹിക്കുക, നിങ്ങൾ പരസ്പരം കൊടുക്കുക, പങ്കുവയ്ക്കുക. ദിവ്യബലി അർപ്പണത്തിൻ്റെ സമൂഹമാണ്, പങ്കുവയ്ക്കലിൻ്റെ സമൂഹമാണ്, കൂട്ടായ്മയുടെ സമൂഹമാണെന്ന സന്ദേശം പിതാവിൽ നമുക്ക് ലഭിച്ചു. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അമർത്യതയുടെ ഭോജനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വലോകത്തിൻ്റെയും രാജാവായ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അഭിമാനം കൊണ്ട് അവിടത്തോടുകൂടെ സ്വർഗരാജ്യം നിത്യമായി ജീവിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയങ്ങ് കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ശിരസ്സ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടെ തന്നെ മുഖം നിങ്ങളെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടെ തന്നെ വചനം നിങ്ങളെ നേർക്ക് തിരിക്കുകയും നിങ്ങൾക്ക് തന്നെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളിൽ വന്നണഞ്ഞ് നിങ്ങളിൽ നിന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തെ